എല്ലാവരെയും വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തിരക്കുകളുടെ ഇടയിൽ നമുക്ക് ഇത്രയും പേർക്ക് ഇന്ന് ഒരുമിച്ച് കൂടി വരുവാൻ, കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ അവൻ്റെ വചനങ്ങളെ പഠിക്കുവാൻ അല്പസമയം വേർതിരിക്കുവാൻ കർത്താവ് ഇപ്രകാരം ഒരു അവസരം ഒരുക്കിയല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആശങ്കയിൽ കഴിയുന്ന ധാരാളം ജനങ്ങളുണ്ട്. യുദ്ധവും അതിൻ്റെ ഭീഷണിയും എല്ലാം, അതിൻ്റെ വേദനയും ദുഃഖവും എല്ലാം പേറുന്ന ധാരാളം ജനങ്ങൾ ആ സ്ഥിതിയിൽ, അപ്രകാരമുള്ള ഒരു സ്ഥിതിയിലായിരിക്കുന്നു. ഇസ്രായേൽ, അതുപോലെയുള്ള ഇറാൻ, മറ്റ് ദേശങ്ങളിലൊക്കെ യുദ്ധവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും എല്ലാം അനുഭവിച്ച് അപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ നടന്നു നീങ്ങും. ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ജനം അകപ്പെട്ടു പോയ ധാരാളം കെണികളിൽ നിന്നും ചരിത്രത്തിൻ്റെ ഏടുകൾ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് തകർച്ച നേരിട്ട ഒരു ജനതയാണ് യഹൂദ ജനത എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പോളണ്ട് സന്ദർശിച്ചതാണ്. ഹിറ്റ്ലറുടെ കാലത്തുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ്, അതിലേക്ക് റെയിൽ ഗതാഗതത്തിലൂടെ ജനങ്ങളെ എത്തിക്കുന്ന വിധം, അവിടെ എത്തിച്ച ശേഷം പരിശോധനയ്ക്ക് എന്നും പറഞ്ഞ് ഈ ചേംബറിന്റെ അകത്തേക്ക് പ്രായ വ്യത്യാസങ്ങളില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളില്ലാതെ അതിൻ്റെ അകത്തിട്ട് ചുട്ട് അല്ലെങ്കിൽ പഴുപ്പിക്കുന്ന, വേവിക്കുന്ന രീതി, അങ്ങനെയുള്ള വിവരണങ്ങൾ കേട്ടപ്പോൾ എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെയാണ് ആ ഒരു ജനത കടന്നു വന്നത് എന്ന് നമുക്ക് അറിയാം. വീണ്ടും ചരിത്രത്തിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ എവിടെയൊക്കെയോ അകപ്പെട്ടു പോയ ഒരു മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ പുതിയ പദ്ധതികളും പ്ലാനുകളുമായി ദൈവം രംഗത്ത് വന്നത് നമുക്കറിയാം. നമ്മൾ ഭൂകമ്പങ്ങളാലും അതുപോലെ യുദ്ധങ്ങളാലും, മിസൈൽ ആക്രമണം, അങ്ങനെയുള്ള ബോംബുകൾ, ഇങ്ങനെയുള്ള ആക്രമണങ്ങളാൽ കെട്ടിടങ്ങൾക്കകത്തും അല്ലാതെയും ഒക്കെ അകപ്പെട്ടു പോകുന്ന വ്യക്തികളുണ്ട്. ചിലർ മല കയറാനായിട്ട് പോകും, എന്നാൽ അതിൻ്റെ നടുവിൽ ചില ഗർത്തങ്ങളിൽ അകപ്പെട്ടു പോകുന്നവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തിനു പറയുന്നു? ബോർവെൽ, കിണർ, ഇങ്ങനെയുള്ളതിലും അതിൻ്റെ അകത്ത് പെട്ടുപോകുന്നവരെ പറ്റിയിട്ട് നമുക്ക് വാർത്തകളിൽ വായിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ അകപ്പെട്ടു പോയ ഒരു ജനതയെ, ഒരു സിസ്റ്റത്തെ പുതുതാക്കി തീർത്ത ഒരു കർത്താവിനെയാണ് എബ്രായ ലേഖനം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. പഴയ നിയമ വ്യവസ്ഥകൾക്ക് യാതൊരു എഫക്റ്റും ഇല്ലാതായി വന്ന ഒരു ഘട്ടത്തിൽ, പഴയ നിയമ സിസ്റ്റം നിലച്ചു പോയെടുത്ത് ജനങ്ങൾ ആ സിസ്റ്റത്തിൽ കിടന്ന് അകപ്പെട്ടു പോയ സമയത്ത് ഒരു പുതിയ സിസ്റ്റവുമായിട്ട് കടന്നു വന്ന, അതിനേക്കാൾ മേത്തരവും ഉന്നതവുമായ ഒരു പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കർത്താവിനെ, ക്രിസ്തുവിനെയാണ് എബ്രായ ലേഖകൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിൻ്റെ 1, 2, 3, 4 അധ്യായങ്ങളിൽ ശ്രേഷ്ഠനായ ഒരു ക്രിസ്തുവിനെ ലേഖകൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. കഴിഞ്ഞ മാസത്തെ ചിന്തയിൽ 4-ാം അധ്യായത്തിൻ്റെ ഒടുക്കം ഞാൻ ഒന്ന്
വായിച്ച് നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ആ കൃപാസനത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പറയുന്നിടത്ത് നിന്നാണ് അടുത്ത അധ്യായം ആരംഭിക്കുന്നത്. 4-ാം അധ്യായം ഏത് വിഷയം പ്രതിപാദിപ്പിച്ച് അവസാനിപ്പിച്ചുവോ അതിൽ നിന്നാണ് 5-ാമത്തെ അധ്യായവും ആരംഭിക്കുന്നത്. ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ അതിൻ്റെ പരിചയപ്പെടുത്തുന്നതാണ് 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ. എന്നാൽ ആ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ പ്രത്യേകതകളും അതിൻ്റെ വർണ്ണനയുമാണ് നമുക്ക് 5-ാം അധ്യായത്തിൽ അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ റോൾ? എന്താണ് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ നിയോഗം? ആ ഒരു നിയോഗത്തിൽ യേശുക്രിസ്തു എങ്ങനെ അത് കൃത്യമായി അതിൻ്റെ അകത്ത് കടന്നു വരുന്നു എന്നുള്ളതും ഒരു ആത്മീയ പക്വതയിലേക്ക് വിശ്വാസികളായ നാം പ്രവേശിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടുമെല്ലാം 5-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ എന്താണ് ഒരു മഹാപുരോഹിതന്റെ നിയോഗം എന്താണ് എന്നുള്ളത് നമുക്കതിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മഹാപുരോഹിതന്റെ നിയോഗം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് വായിക്കാം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിന് വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവനാകുന്നു. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് മഹാപുരോഹിതൻ ഈ പൗരോഹിത്യം എന്നുള്ളത്, പുരോഹിത സ്ഥാനം എന്നുള്ളത് അത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒന്നാണ്, ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന ഒന്നാണ്. ദൈവം വിളിക്കുന്നവരല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. ആ സ്ഥാനത്തേക്ക് വരുന്നവർ എങ്ങനെയുള്ളവരാണ്? ദൈവത്താൽ വിളിക്കപ്പെടുന്നവരാണ്. സെൽഫായിട്ട് അപ്പോയിന്റഡ് ആയിട്ട് വരുന്നവരല്ല മഹാപുരോഹിത സ്ഥാനത്തേക്കുള്ളവർ. അവർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ദൈവത്തിന്റെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പിനാലും വിളിയാലും വരുന്നവരാണ് മഹാപുരോഹിതർ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരെന്താണ് ചെയ്യുന്നത്? മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കുന്നവരാണ്. അപ്പോൾ മഹാപുരോഹിതർ എന്ത് ചെയ്യുന്നു? മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വഴിപാടും യാഗവും അർപ്പിക്കുന്നു. അവർ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ദൈവകാര്യത്തിൽ നിയോഗിക്കപ്പെട്ടവരാണ്. എന്നാൽ ഇവർക്കുള്ള ഒരു പ്രത്യേകത, ഇവരും ബലഹീനത പൂണ്ടവരാണ്. മനുഷ്യരാണ് എന്നുള്ളത് കൊണ്ടും അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിന് വേണ്ടി എന്ന പോലെ
തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവൻ ആകുന്നു. അപ്പോൾ ഒന്ന്, അവർ മഹാപുരോഹിതൻ ആർക്ക് വേണ്ടിയിട്ടെല്ലാം പാപയാഗം അർപ്പിക്കുന്നു? ഒന്ന്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ പാപയാഗം അർപ്പിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അവൻ സ്വയം ബലഹീനനാകൊണ്ട് അവൻ തനിക്ക് വേണ്ടിയും പാപയാഗവും അർപ്പിക്കേണ്ടവൻ ആകുന്നു. താനും ഇപ്രകാരം ബലഹീനനാകയാൽ അങ്ങനെയുള്ളവരോട് സഹതാപം കാണിക്കാൻ കഴിയുന്നവനാണ് മഹാപുരോഹിതൻ. അവൻ സ്വയം ബലഹീനനാണ്. അതുകൊണ്ട് തന്നെ ആ മറ്റുള്ളവരുടെ ബലഹീനതയെ മനസ്സിലാക്കുവാനും അതിനോട് സഹതാപം കാണിപ്പാനും അതിനു വേണ്ടിയിട്ട് പാപയാഗം അർപ്പിക്കുവാനും എല്ലാം ഒരു മഹാപുരോഹിതന് സാധിക്കുന്നു. അവൻ സ്വയമായി ആ സ്ഥാനത്തേക്ക് വരുന്നതല്ല, ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നവനാണ്. അങ്ങനെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു മഹാപുരോഹിതന്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അഹരോൻ ദൈവത്താൽ വിളിക്കപ്പെട്ട് ആ ഒരു സ്ഥാനത്തേക്ക് കടന്നു വന്നതാണ്. നമ്മൾ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചാൽ അഹ്റോനെ ദൈവം വിളിക്കുന്നത്, സെലക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. മോശയിലൂടെ തൻ്റെ സഹോദരനായ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് ദൈവം അവരെ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ ദൈവത്തിൻ്റെ ഒരു അപ്പോയിൻമെന്റ് ആണത്. ദൈവത്താൽ വിളിക്കപ്പെടുന്നതാണ്. ഇവിടെ ദൈവം മോശയോട് നേരിട്ട് സംസാരിച്ച് അഹ്റോനെയും അവൻ്റെ മക്കളെയും ഈ ഒരു പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി യാഗങ്ങൾ അർപ്പിക്കുവാനും പാപയാഗങ്ങൾ അർപ്പിക്കുവാനും ജനത്തിനും ദൈവത്തിനും മധ്യം നിൽക്കുവാനും എല്ലാം വേണ്ടിയിട്ട് ഇങ്ങനെയൊരു ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ഒരു ഗണത്തെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലും 29-ാമത്തെ അധ്യായത്തിലും അത് എത്രത്തോളം സെറിമോണിയസ് ആയിട്ടാണ് ആ ഒരു ശുശ്രൂഷയിലേക്ക് അവരെ കൊണ്ടുവരുന്നത് എന്നുള്ളത് 29-ാം അധ്യായത്തിലും മോശ അത് എല്ലാവരുടെയും മുൻപാകെ ആ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അത് നമുക്ക് ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിലും ദൈവം അത്ഭുതത്താൽ അവരുടെ ആ വിളിയും തെരഞ്ഞെടുപ്പും ദൈവം അത് ഉറപ്പിക്കുന്നതും അത് നമുക്ക് സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിലും എല്ലാം ആ ഒരു ശുശ്രൂഷയുടെ ഒരു ആരംഭവും അത് നടത്തുന്ന രീതിയും ശുദ്ധീകരണവും അത് ജനങ്ങൾക്ക് മുൻപാകെ അത് നടത്തപ്പെടുന്നതും ദൈവത്താൽ അത് അത്ഭുതപൂർവം അത് അംഗീകരിക്കപ്പെടുന്നതും ഒക്കെ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം, 29-ാം അധ്യായം, ലേവ്യ പുസ്തകം 8-ാം അധ്യായം, സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൽ നിന്നെല്ലാം നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നേതൃത്വം എന്നുള്ളത് അതെപ്പോഴും ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നതാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ആരും സ്വയമായിട്ട് ഇച്ഛിച്ചാലും ആ ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്ന ഒരു നേതൃത്വത്തിലേക്ക് ആർക്കും സ്വയമേ എത്തുവാനായിട്ട് സാധിക്കില്ല. അത് ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നതാണ്, അത് വിനയപൂർവം ഏറ്റെടുക്കപ്പെടുന്നതാണ്. അത് മറ്റുള്ളവരുടെ ബലഹീനതകളെ മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് ഒരു നല്ല നേതാവ് എന്ന്, ഒരു നല്ല പുരോഹിതൻ എന്ന് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ തുടർന്ന് അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ യേശു ക്രിസ്തു ഒരു ശ്രേഷ്ഠനായ മഹാപുരോഹിതനാണ് എന്നുള്ളത് എന്താണോ ഈ 4 വാക്യങ്ങൾ, ആദ്യത്തെ 4 വാക്യങ്ങളിൽ ഒരു മഹാപുരോഹിതന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ ശേഷം ആ സവിശേഷതകളിൽ യേശു ക്രിസ്തു എങ്ങനെ കൃത്യമായി ഒത്തുവരുന്നു എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 5-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ, അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തില്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും
ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചും ഇരിക്കുന്നു. അപ്പോൾ അഹരോന്റെ ഉദാഹരണം പറഞ്ഞ ശേഷം അഹരോൻ സ്വയം ഏറ്റെടുത്തൊരു വന്ന കാര്യമല്ല, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് അവൻ അതിലേക്ക് വന്നത്. ക്രിസ്തുവും ആ മഹത്വം സ്വതവേ എടുത്തതല്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആഹ്വാനത്തിൽ നിന്നും അവനെ വിളിച്ചു. അവൻ നിയോഗിക്കപ്പെട്ടതാണ്. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ നിയോഗിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്ര. അപ്പോൾ അത് ഈ പൗരോഹിത്യം എന്നുള്ളത്, ഈ മഹാപുരോഹിത സ്ഥാനം എന്നുള്ളത് ക്രിസ്തുവിന് ദൈവം ഡയറക്റ്റായിട്ട് കൊടുത്ത ഒരു നിയോഗമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു അത് സ്വയമേ അത് എടുത്ത ഒരു സ്വയമേ അപ്പോയിന്റ് ആയതല്ല, അത് ക്രിസ്തു ദൈവത്താൽ പിതാവിനാൽ അത് നൽകപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ വീണ്ടും അവിടെ പറഞ്ഞിട്ടുള്ള കോട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രയോഗമാണ്, നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. നമ്മൾ 110 സങ്കീർത്തനം വായിക്കുമ്പോൾ 110 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തിൽ അവിടെ ഇതേ വാചകം തന്നെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 110 സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പറയുന്നു, അതിന്റെ 4 വാക്യത്തിൽ, നീ മൽക്കിസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു അനുദപിക്കുകയും ഇല്ല. അപ്പോൾ യേശു ക്രിസ്തു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതനാണ് എന്ന് എബ്രായ ലേഖകൻ ഇവിടെ വളരെ വ്യക്തമായി വളരെ കൃത്യതയോടെ ഇവിടെ സമർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തു ഗെത്സമേനിൽ അവൻ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്, ദൈവത്തോട് അഭയയാചന കഴിക്കുകയും നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതെല്ലാം അല്ലെ, ആരാണോ നിയോഗിച്ചത് ആ നിയോഗിക്കപ്പെട്ടവനോട് ജനത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ പാപത്തിന് വേണ്ടിയിട്ടും എല്ലാം ഒരു അഭയയാചന കഴിക്കുന്നത് അതൊരു മഹാപുരോഹിതന്റെ ഒരു പ്രത്യേകതയാണ്, സവിശേഷതയാണ്. നമ്മൾ തൊട്ടു മുൻപ് അത് മനസ്സിലാക്കിയതാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക, അവരുടെ പാപത്തിന് പരിഹാരത്തിനുള്ള ക്രിയ ചെയ്യുക. ഇവിടെ യേശുവും അവൻ ഇതുപോലെ അഭയയാചന കഴിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. യേശു ക്രിസ്തുവും അവൻ മാനുഷികമായിട്ടുള്ള വികാരങ്ങളിലൂടെ അവൻ കടന്നുപോയി എന്നുള്ളതും മനുഷ്യൻ അനുഭവിക്കുന്ന പാപമൊഴികെ മറ്റെല്ലാത്തിലും മനുഷ്യനോട് സമനായി എന്നുള്ളത് കൊണ്ടും മനുഷ്യന്റെ രീതികളും അവന്റെ ബലഹീനതയും കൃത്യതയോടുകൂടെ മനസ്സിലാക്കുവാൻ ഈ മഹാപുരോഹിതന് സാധിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മഹാപുരോഹിതന്റെ സവിശേഷതകളായി പറയുന്ന കാര്യങ്ങളിലൂടെ എല്ലാം യേശു ക്രിസ്തു അത് കൃത്യതയോടെ ആ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്, അതെല്ലാം അവൻ നിർവഹിക്കുന്നത്, ഒരു മഹാപുരോഹിതന്റെ റോൾ എന്താണോ ആ റോൾ കൃത്യതയോടെ യേശു ക്രിസ്തു നിർവഹിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം അവന് ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ക്രമത്തെ പറ്റിയിട്ട് നമ്മൾ ഇവിടെ വായിക്കുന്നു, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം. അപ്പോൾ 2 ക്രമങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് അഹരോനാൽ ആരംഭിക്കപ്പെട്ടിട്ടുള്ള, അവിടെ നിന്ന് തുടങ്ങി വന്നിട്ടുള്ള ഒരു ക്രമം, അത് നമുക്ക് അറിയാം. അത് അടുത്ത ജനറേഷനിലേക്ക് തലമുറയായിട്ട് കൈമാറി വന്ന ഒരു പൗരോഹിത്യമാണ് അത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു പൗരോഹിത്യത്തെ പറ്റിയിട്ടാണ്, മറ്റൊരു ക്രമത്തെ പറ്റിയിട്ടാണ്
ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ആ പൗരോഹിത്യത്തിന്റെ ക്രമം, അത് അല്ലെ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് നമുക്ക് വിശദമായിട്ട് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. അപ്പോൾ ഈ ലേവ്യ പൗരോഹിത്യം എന്നുള്ളത് അത് അഹ്റോനിൽ നിന്നും തലമുറയായിട്ട് കടന്നു വന്നിട്ടുള്ള ഒന്നാണ്. അപ്പോൾ രണ്ട് പൗരോഹിത്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു, അതിൻ്റെക്കുള്ള സൂചനകൾ ഇവിടെ നൽകുന്നു. ഒന്ന് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഉള്ള ഒരു പൗരോഹിത്യം, മറ്റൊന്ന് അഹരോന്യ ഒരു പൗരോഹിത്യം. ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആരാണ് മൽക്കിസദേക്ക്? ഒരു പുതിയ വ്യക്തിയെ ഈ ലേഖനത്തിൽ ആദ്യമായിട്ട് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. മൽക്കിസദേക്ക്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മൽക്കിസദേക്ക് എന്ന ഒരു മിസ്റ്ററി നിറഞ്ഞ ഒരു വ്യക്തിയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിനാൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി. അവിടെ പറയുന്നത് അവൻ ശാലേം രാജാവാണ് എന്ന് അവിടെ പറയുന്നു. ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ഒരേ സമയത്ത് തന്നെ 2 നിയോഗങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് മൽക്കിസദേക്ക്. ഒന്ന്, അവൻ രാജാവാണ്, അതിൻ്റെ ഒപ്പം അവൻ പുരോഹിതനുമാണ്. ഒരേ സമയത്ത് രാജാവും ഒരേ സമയത്ത് മഹാപുരോഹിതനുമായിരുന്ന മൽക്കിസദേക്ക്. അവൻ അബ്രഹാമിനെ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജാതികളുടെ പിതാവായ അബ്രഹാമിനെ അവൻ അനുഗ്രഹിക്കുകയാണ്. അബ്രഹാമിൽ നിന്നും ദശാംശം മൽക്കിസദേക്ക് സ്വീകരിക്കുന്നു. അബ്രഹാം അവന്റെ ദശാംശം മൽക്കിസദേക്കിനെ ഏൽപ്പിക്കുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് അബ്രഹാമിനേക്കാളും വലിയവനായ ഒരു രാജാവ്, ഒരു പുരോഹിതൻ, മൽക്കിസദേക്ക് എന്ന പുരോഹിതൻ രാജാവ്. അവന്റെ വംശാവലികളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ധാരാളം വംശാവലികൾ അവിടെ കൊടുക്കുന്നതാണ്. എല്ലാവരുടെയും അവർ വന്ന ആ ചരിത്രവും അതിൻ്റെ വംശാവലികളും എല്ലാം കൃത്യതയോടെ കൊടുത്തിട്ടുള്ള പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. എന്നാൽ ഇവിടെ ഇത്രയും ബഹുമാനിക്കപ്പെടുന്ന, ഇത്രയും മഹത്വാനായ, ഇത്രയും ഉന്നതനായ ഈ മൽക്കിസദേക്കിനെ പറ്റിയിട്ട് അതിൻ്റെ ആരംഭം എന്താണ് എന്നോ അവസാനം എന്താണ് എന്നോ എവിടെ നിന്ന് വന്നു എന്നോ എങ്ങനെയാണ് എന്നോ ഇതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ എവിടെയൊക്കെയോ എന്തിൻ്റെയൊക്കെയോ ചില നിഴലുകൾ നമുക്ക് മൽക്കിസദേക്കിൽ കാണുവാനായിട്ട് സാധിക്കും. ആരംഭവുമില്ല, അവസാനവുമില്ല. നിത്യമായ ഒന്നിൻ്റെ ഒരു നിഴൽ നമുക്ക് മൽക്കിസദേക്കിൽ കാണുവാനായിട്ട് സാധിക്കും. ഒരേ സമയം രാജാവും ഒരേ സമയം പുരോഹിതനുമാണ്. ക്രിസ്തുവിന്റെ റോൾ അങ്ങനെ തന്നെയായിരുന്നു. ക്രിസ്തു എന്തായിരുന്നുവോ അതിൻ്റെ ഒരു നിഴൽ നമുക്ക് മൽക്കിസദേക്കിൽ കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിനേക്കാളും എല്ലാം ഉന്നതനായ, മഹത്വവാനായ ഒരു വ്യക്തിത്വമായി മൽക്കിസദേക്കിനെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. ഈ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ് ക്രിസ്തു പുരോഹിതൻ എന്നുള്ളത് എബ്രായ ലേഖകൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ പഴയ നിയമം ധാരാളം നിഴലുകളാണ് പഴയ നിയമത്തിലുള്ളത്. മൽക്കിസദേക്ക് അത് ക്രിസ്തുവിന്റെ ഒരു നിഴലായി, നിത്യമായിട്ടുള്ള ഒന്നിന്റെ നിഴലായിട്ട് നമുക്ക് മൽക്കിസദേക്കിനെ കാണുവാനായിട്ട് സാധിക്കും. ലേവ്യ പൗരോഹിത്യം അതും ഒരു നിഴലാണ്. അത് ഒരു പൗരോഹിത്യത്തിന്റെ നിഴലായി, അങ്ങനെ ഒരു ശുശ്രൂഷയുടെ നിഴലായിട്ട് നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കും. ജനത്തിനും ദൈവത്തിനും മധ്യം നിൽക്കുന്ന, പാപത്തെ ഗൗരവമുള്ള ഒന്നായി കണക്കാക്കുന്ന,
ദൈവത്തെ വിശുദ്ധിയിലൂടെ ദൈവത്തെ സമീപിക്കേണ്ടതിന്റെ ആവശ്യകത വെളിവാക്കുന്ന ഒരു സംവിധാനമായിട്ട് നമുക്ക് ഈ ശുശ്രൂഷയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് ടെമ്പററി ആയിരുന്നു. അത് മൽക്കിസദേക്കിന്റെ ക്രമം പോലെ അത് നിത്യമായിട്ടുള്ള ഒന്നായിരുന്നില്ല. അത് ടെമ്പററി ആയിരുന്നു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നാലെ കടന്നു വരാം. അപ്പോൾ യേശു ക്രിസ്തു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം അവനൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു മാത്രമേ ഇന്ന് ഈ പൗരോഹിത്യത്തിൽ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് ഇന്ന് നിലവിലുള്ളൂ. അഹരോന്യ പൗരോഹിത്യം അത് അവസാനിച്ചു. അത് നിലവിലില്ല. അത് താൽക്കാലികമായിരുന്നു. ഒരു പുരോഹിതൻ വരും, അവന്റെ മരണത്തോടുകൂടെ അത് അവസാനിക്കും. അടുത്തയാൾ അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു വരും. അങ്ങനെ വന്ന് ഇന്ന് നിലവിലില്ലാത്ത ഒന്നാണ് ലേവ്യ പൗരോഹിത്യം എന്ന് നമുക്ക് കാണാം. എന്നാൽ നിത്യമായിട്ടുള്ള ഒരു പൗരോഹിത്യത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം അത് നിത്യമായിട്ടുള്ള ഒന്നാണ്. ക്രിസ്തുവാണ് ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനുള്ളത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ഒരു പദം അലങ്കരിക്കാൻ, ആ ഒരു സ്ഥാനത്ത് നിൽക്കാൻ, ആ ഒരു ശുശ്രൂഷ നിർവഹിക്കാൻ ഇന്ന് വേറെ ആരുമില്ല എന്നുള്ളത് അത് ആ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ആ പൗരോഹിത്യം അത് നമുക്ക് നൽകുന്ന ഒന്നാണ്. യാതൊരു വംശാവലികളും ഇല്ലാത്ത, യാതൊരു ചരിത്രവും പറയാനില്ലാത്ത, യാതൊരു ആരംഭവും അവസാനവും പറയാനില്ലാത്ത, എറ്റേണൽ ആയിട്ടുള്ള നിത്യമായിട്ടുള്ള ഒരു പൗരോഹിത്യ സംവിധാനമാണ്. ആ ക്രമപ്രകാരമാണ് ക്രിസ്തുവിനെ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് യാതൊരു മനുഷ്യരായിട്ടുള്ള യാതൊരു മധ്യസ്ഥതയുടെയും മധ്യസ്ഥന്മാരുടെയും ആവശ്യം നമുക്കില്ല. കാരണം ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് കയറി ചെല്ലാവുന്ന ആ കൃപാസനത്തിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ആ ശ്രേഷ്ഠ മഹാപുരോഹിതനെ നമുക്ക് സമീപിക്കാം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇന്ന് ആ ശുശ്രൂഷ നിർവഹിക്കാൻ വേറെ മധ്യസ്ഥന്മാരുടെയോ അല്ലെങ്കിൽ മനുഷ്യരുടെയോ ആവശ്യം നമുക്കില്ല. നമുക്ക് ധൈര്യപൂർവം ആ കൃപാസനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലേവ്യ പൗരോഹിത്യം അത് ദൈവത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ട് അഹരോന് വന്നതാണ് അല്ലെ? നമുക്കതറിയാം. അത് താൽക്കാലികമായിരുന്നു. അത് ക്രിസ്തുവിലേക്ക് നിഴൽ ചൂണ്ടുന്ന ഒന്നായിരുന്നു. എന്നാൽ ക്രിസ്തു അവൻ അഹരോന്യ രീതിയിലല്ല അവന്റെ പൗരോഹിത്യം വന്നത് എന്ന് നമുക്കറിയാം. അഹരോന്യ പൗരോഹിത്യം അത് ലേവി ഗോത്രത്തിൽ മാത്രം പാരമ്പര്യമായിട്ട് തലമുറയായിട്ട് ആ രക്തത്തിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നായിരുന്നു. അങ്ങനെ ഒരു രീതിയിലല്ല ക്രിസ്തുവിനുള്ള പൗരോഹിത്യം വന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ പാപയാഗം അർപ്പിക്കുന്നത് ഒരു മഹാപുരോഹിതനാണ്. ഇവിടെ ക്രിസ്തു അവൻ ഒരേ സമയത്ത് പുരോഹിതനുമായി പാപയാഗ വസ്തുവുമായി എന്ന് നമുക്ക് കാണാം. പൗരോഹിത്യത്തിന്റെ ഒരു പൂർത്തീകരണമാണ് നമുക്ക് ക്രിസ്തുവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനെ വെല്ലുന്ന, അതിനെ കവയ്ക്കുന്ന മറ്റൊരു പൗരോഹിത്യമില്ല. പഴയ ഒന്ന് അവസാനിച്ചിട്ട് പുതിയ ഒന്ന് യേശു ക്രിസ്തുവിൽ അത് ആരംഭിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. താൽക്കാലികമായിട്ടുള്ള ഒന്ന് അവസാനിച്ച് നിത്യമായ ഒരു പൗരോഹിത്യം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അഹരോന്യ പൗരോഹിത്യം പ്രവർത്തനപരമായിട്ട് യേശു ക്രിസ്തുവിന്റെ ആ യാഗത്തോടുകൂടെ പരിപൂർണമായ പൂർണ്ണതയുള്ള ആ യാഗത്തോടുകൂടെ അഹരോന്യ പൗരോഹിത്യത്തിന്റെ ഒരു പ്രവർത്തനപരമായിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു അവസാനം നമുക്ക് അവിടെ കാണുവാനായിട്ട്
സാധിക്കും. എന്നാൽ അതിനുശേഷവും നമുക്കറിയാം, യെരുശലേം ദേവാലയത്തിൽ യാഗങ്ങൾ നടന്നു. AD 70 യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അവിടെ വരെയും അതിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളോ കർമ്മങ്ങൾ നടന്നുപോയി എങ്കിലും അതിൻ്റെ ആത്മീയമായിട്ടുള്ള ഒരു അവസാനം അത് യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ, പരമമായ യാഗത്തിലൂടെ അതിനൊരു അവസാനം വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യേശു ക്രിസ്തു അവൻ്റെ യാഗം അത്രത്തോളം ഉന്നതമായിരുന്നു. അവിടെ അവസാനിച്ച് പൂർത്തീകരിക്കപ്പെട്ടിട്ട് മറ്റൊരു പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, 1 പത്രോസ് 2:5. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. 2:9 കൂടെ ഒന്ന് വായിക്കാം. 9-ാം അധ്യായം 2-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമീൻ. ഒരു വാക്യം കൂടെ, വെളിപാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ അവന്റെ മക്കളായ ക്രിസ്തുവിന്റെ വിശ്വാസികളായ നാം എല്ലാം ഒരു പദവിയിലേക്കാണ് നമ്മളെല്ലാം ദൈവം വിളിക്കുന്നത്. അവന്റെ പുരോഹിത വർഗം എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് വിശ്വാസികളായ നമ്മെ ഓരോരുത്തരെയും ക്രിസ്തു ഏൽപ്പിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ ഒരു സ്ഥാനം അത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസികൾക്ക് നൽകപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്കൊരു സ്വീകാര്യം, അതാണ് നമ്മൾ ഇബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, ആകിയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളും. നമുക്കൊരു സ്വീകാര്യതയുണ്ട്. അവൻ നമ്മെ വിളിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഏവരെയും പുരോഹിതന്മാരാകുവാൻ അവൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഇന്ന് നാം അർപ്പിക്കുന്ന യാഗം ആത്മീയ യാഗങ്ങളെയാണ് നമ്മൾ ഇന്ന് അർപ്പിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ, എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 15-ാം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 15-ത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ നമ്മെ വിളിക്കുന്നത് അല്ലേ, നമ്മൾ ആത്മീയമായ യാഗങ്ങൾ അർപ്പിക്കുവാനാണ് നാം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഇന്ന് പഴയ നിയമകാലത്തിൽ അവർ ദൈവസാന്നിധ്യം അനുഭവിച്ചിരുന്നത് ദേവാലയത്തിന്റെ കടന്നു ചെന്നിട്ടാണെങ്കിൽ, ഇന്ന് നമുക്ക് ദൈവവുമായിട്ട് നേരിട്ട് സംസർഗം നടത്തുവാൻ ഉള്ള ആ ഒരു ആക്സസ്, അതിനുള്ള വഴി ഈ പുതിയ നിയമ പുരോഹിതന്മാരായ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൽപ്പിച്ച് വെച്ചിരിക്കുന്നു. പഴയ നിയമകാലത്ത് പുരോഹിതന്മാർ ജനത്തിനും ദൈവത്തിനും മധ്യേ നിന്ന് അവരെ ജനത്തിനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുമ്പോൾ, ഇന്ന് നമുക്കുള്ള നിയോഗം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക, പരസ്പരം പ്രാർത്ഥിക്കുക എന്നുള്ള നിയോഗമാണ് ഇന്ന് ഈ പുതിയ നിയമ പുരോഹിതന്മാരായിട്ടുള്ള നമുക്ക് ഉള്ളത്. പഴയ നിയമകാലത്ത് മഹാപുരോഹിതന്മാർ അവർ നിയമങ്ങളെയും ന്യായപ്രമാണങ്ങളെയും പറ്റി പഠിപ്പിച്ചുവെങ്കിൽ, ഇന്ന് പുതിയ നിയമസഭയുടെ ഭാഗമായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമുള്ള നിയോഗം ഈ സുവിശേഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക,
ദൈവത്തിന്റെ വചനം, ഈ സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളതാണ് നമുക്കുള്ള നിയോഗം. പഴയ നിയമകാലത്ത് ഒരു ലേവ്യ ഗോത്രത്തിന് മാത്രമായി ഈ പൗരോഹിത്യ ശുശ്രൂഷ ലിമിറ്റ് ചെയ്യപ്പെട്ടിരുന്നു എങ്കിൽ ഇന്ന് അവനെ വിശ്വസിക്കുന്ന വീണ്ടും ജനിച്ചവരായ എല്ലാ വിശ്വാസികൾക്കും ഈ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം നിയോഗിച്ച് ആക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മൾ ശ്രേഷ്ഠ മഹാപുരോഹിതൻ അവൻ നമുക്കുള്ളത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവൻ നമ്മെ വിളിക്കുന്ന, ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം, നിയോഗം അത് വലുതാകുന്നു എന്നുള്ളത് കൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നിയോഗവും സ്ഥാനവുമാണ് കർത്താവ് ഈ സഭയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. അവൻ്റെ പൗരോഹിത്യത്തിലേക്ക് ഓരോ വിശ്വാസിയും ഒരു പുരോഹിതൻ എന്നുള്ള ആ ഒരു വലിയ കർത്തവ്യത്തിലേക്ക്, നിയോഗത്തിലേക്കുമാണ് വിശ്വാസികളായ നമ്മെ അവൻ ക്ഷണിക്കുന്നത്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. വീണ്ടും നമ്മൾ അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ 5:11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, അവിടെ ആത്മീയ പക്വതയില്ലായ്മയ്ക്കെതിരായ ഒരു മുന്നറിയിപ്പാണ് നമ്മൾ 5-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇങ്ങനെയാണ് അവിടെ പറയുന്നത്: ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. അപ്പോൾ എബ്രായ ലേഖനകർത്താവിന്റെ ഒരു വിഷമം അവൻ പങ്കുവെക്കുകയാണ്. ഇതിനെ പറ്റിയിട്ട് ധാരാളം കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ നിങ്ങളോട് പങ്കുവെക്കുവാനുണ്ട്. പക്ഷെ ശ്രോതാക്കളായ നിങ്ങൾ അതിന് ഒരു തയ്യാറെടുപ്പ് നിങ്ങൾക്കില്ല. അത് കേൾപ്പാൻ മാന്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഇനി തെളിയിച്ചു തരുവാൻ ഏറെ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ലേഖനകർത്താവിന്റെ ഒരു പ്രതിസന്ധി എന്നുള്ളത് അവർ കേട്ടിട്ടുള്ള വചനം വെച്ച് നോക്കിയാലും, അവർ കേട്ടിട്ടുള്ള ആ കാലങ്ങൾ വെച്ച് നോക്കിയാലും, അവർ ഒരു ടീച്ചർ എന്നുള്ള ആ സ്ഥാനത്തേക്ക് കടന്നു വരേണ്ട സമയമാണ് ആയി. പക്ഷെ അവർ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ആദ്യ പാഠങ്ങൾ തന്നെ ഇപ്പോഴും അവർ അതിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും ആദ്യ പാഠങ്ങൾ തന്നെ നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളത് അത് ലേഖനകർത്താവിന്റെ ഉള്ളിലെ ഒരു ഭാരമാണ്. അപ്പോൾ 13-ാം വാക്യം, പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു പക്വതയിലേക്ക് ശിശുവായി തന്നെ ഇരിക്കാതെ, പഴയ പാഠങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കാതെ, ആദ്യ പാഠങ്ങൾ തന്നെ അത് ആവർത്തിച്ച് അതിൽ നിന്നും ഒരു വളർച്ച പ്രാപിക്കാതെ, ശിശുവായിട്ടിരിക്കാതെ അതിൽ നിന്നും വളരുവാൻ, ആദ്യ ഉപദേശങ്ങളിൽ തന്നെ അടിസ്ഥാനം ഇട്ട് നിൽക്കാതെ അതിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷനിൽ നിന്നും നമ്മൾ മുകളിലേക്ക് പണി ചെയ്യുവാൻ, ആത്മീയ പക്വതയിലേക്ക് കടന്നു വരുവാൻ ഇവിടെ പറയുകയാണ്. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ സാധിക്കുകയുള്ളൂ. അപ്പോൾ കേവലം കേൾക്കുക മാത്രമല്ല, പ്രായോഗിക തലത്തിൽ കേൾക്കുന്ന വചനങ്ങൾ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് അപ്രകാരം ആത്മീയമായ വളർച്ചയിലേക്ക്, ഉപദേശ സംബന്ധമായിട്ടൊക്കെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഇവിടെ പ്രബോധിപ്പിക്കുകയാണ്. വിവേചനത്തോടെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, കൂടുതലായി പഠിക്കുവാൻ, കൂടുതലായി ശുശ്രൂഷിപ്പാൻ, കൂടുതലായി വചനം ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാനെല്ലാം ഇവിടെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് 5-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. വീണ്ടും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് നമ്മൾ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അവിടെ ആത്മീയമായി വളരുവാനുള്ള ഒരു ആഹ്വാനം,
പഠിച്ച കാര്യങ്ങൾ ആദ്യ പാഠങ്ങളിൽ വീണ്ടും അങ്ങനെ തന്നെ നിൽക്കാതെ അത് തുടർന്ന് അത് വളർച്ച ആത്മീയമായി വളരേണ്ടതിന്റെ അതിനുള്ള ആഹ്വാനമാണ് നമ്മൾ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് നൽകുന്ന ഈ ആഹ്വാനം ആദ്യ പാഠങ്ങളിൽ തന്നെ നിൽക്കാതെ, ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ നിൽക്കാതെ അതിൽ നിന്നും നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്കുള്ള ആഹ്വാനം. ആദ്യ പാഠങ്ങളിൽ തന്നെ നിൽക്കരുത്. ആ അടിത്തറ ഇട്ട ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പണിയണം, മുകളിലേക്ക് പോകണം. ആദ്യ പാഠങ്ങളെ വിട്ട് മുകളിലേക്ക് നമ്മൾ കയറി ചെല്ലണം എന്നുള്ളതാണ് ഇവിടെ നമുക്കുള്ള ആഹ്വാനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 6 അടിസ്ഥാന പ്രമാണങ്ങളെ, 6 അടിസ്ഥാനമായിട്ടുള്ള ചില പഠിപ്പിക്കലുകളെ, അടിസ്ഥാനങ്ങളെ നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലെ. നമ്മൾ അതിൻ്റെ ഒരു 6 ലിസ്റ്റ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ 6 ലിസ്റ്റിനെയും നമുക്കത് 3 നമുക്കതിനെ തരംതിരിക്കാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്നുള്ളത് നമ്മളുടെ വ്യക്തിപരമായ മാനസാന്തരമാണ്. വ്യക്തിപരമായി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റമാണ്. അത് ഒന്ന് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, നിർജീവമായിട്ടുള്ള പ്രവൃത്തികൾ, പാപൈകമായിട്ടുള്ള പ്രവൃത്തികൾ, വിശ്വാസം കൂടാതെ നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ, ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്നും മാറി അതിനെ പറ്റിയിട്ട് നമുക്കൊരു മാനസാന്തരം ഉണ്ടാകണം എന്നുള്ളതാണ് അതിൽ അടിസ്ഥാന പ്രമാണങ്ങളിൽ പറയുന്ന ഒന്ന്. അപ്പോൾ യഹൂദന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കുറെ കർമ്മങ്ങളും ആചാരങ്ങളുമായി നിർജീവമായ ധാരാളം പ്രവൃത്തികളിൽ അവന്റെ ജീവിതം കുടുങ്ങിപ്പോയപ്പോൾ അതിൽ നിന്നും മാറി അനുദപിച്ച് ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിനെ ഹൃദയപൂർവ്വം അന്വേഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ, അത് കടന്നു വരിക എന്നുള്ളത് ഒരു അടിസ്ഥാനമായ ഒരു പ്രമാണമാണ്. രണ്ടാമത്തെ മറ്റൊരു അടിസ്ഥാന പ്രമാണം എന്നുള്ളത് ദൈവത്തിങ്കലെ വിശ്വാസം. അപ്പോൾ നിർജീവമായ പ്രവൃത്തികൾ, അതിൽ നിന്നുമുള്ള മാനസാന്തരം, അതോടൊപ്പം ദൈവത്തിങ്കിലേക്ക് വിശ്വാസത്തോടെ നാം കടന്നു വരിക എന്നുള്ളത്. അപ്പോൾ ദൈവം ക്രിസ്തുവിലൂടെ ഒരുക്കിയിട്ടുള്ള ആ രക്ഷയെ അതിനെ മനസ്സിലാക്കുകയും അതിലേക്ക് കടന്നു വരികയും ചെയ്യുക എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകേണ്ട മാറ്റങ്ങളാണ്. അപ്പോൾ നിർജീവമായ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, ഈ 2 കാര്യം നമ്മളുടെ വ്യക്തിപരമായ മാറ്റങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അടുത്ത 2 കാര്യങ്ങൾ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്. ഈ 2 കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നിന്ന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത്. നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, പിന്നെ മറ്റൊന്ന് കൈവെപ്പ്. ഈ 2 കാര്യങ്ങൾ, കൈവെപ്പ് നമുക്കറിയാം, പല കാര്യങ്ങൾക്കായിട്ട് കൈവെപ്പുകളുണ്ട്. അനുഗ്രഹിക്കാൻ, സൗഖ്യമാക്കാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ, ഒരു നിയോഗത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അങ്ങനെ വിവിധ രീതികളിൽ ഈ കൈവെപ്പ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയം, സ്നാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, കൈവെപ്പ്. അടുത്തതായിട്ട് അവിടെ പറയുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യ ശിക്ഷാവിധി. ഈ 2 കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത് ഭാവിയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് വ്യക്തിപരമായിട്ടുള്ള 2 കാര്യങ്ങൾ, വ്യക്തിപരമായ നമ്മളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാനസാന്തരം, അതിനെ പറ്റിയിട്ടുള്ള 2 കാര്യങ്ങൾ. 2, നമ്മൾ പൊതുവായിട്ട്
ആ ഒരു ഐഡന്റിഫിക്കേഷൻ, ആ സമൂഹവുമായിട്ടുള്ള നമ്മളുടെ ആ ഒരു പാർട്ടിസിപ്പേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ: സ്നാനം, കൈവെപ്പ്. മൂന്നാമതായിട്ട് ഭാവിയിലേക്കുള്ള രണ്ട് കാര്യങ്ങൾ. അത് ഉള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വായിച്ചതുപോലെ മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യ ശിക്ഷാവിധി. അപ്പൊ ഇതൊക്കെയാണ് എലമെന്ററി ആയിട്ടുള്ള ആദ്യ പാഠങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആദ്യ പാഠങ്ങളിൽ തന്നെ നമ്മൾ നിൽക്കാതെ അതിന് വ്യക്തത വരുത്തി, അതിന് ക്ലാരിറ്റി വരുത്തി, അതിൽ നമ്മൾ ഒരു ഫൗണ്ടേഷൻ ഇട്ട് അതിൽ നിന്നും മുകളിലേക്ക് നമ്മളുടെ ആത്മീയ ജീവിതം വളരേണ്ടിയിരിക്കുന്നു. ആ വളർച്ചയിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നതായിട്ടുള്ള ആഹ്വാനം. അപ്പോൾ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. സഭാപരമായിട്ടുള്ള നമ്മളുടെ രീതികൾ, അതിൽ നമുക്ക് കൃത്യത ഉണ്ടാകണം. മറ്റൊന്ന്, നിത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ഭാവി സംബന്ധമായ കാര്യങ്ങളിൽ അതിനെ പറ്റിയിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാകുക. അപ്പോൾ ആ ഒരു അടിസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ ഉയർന്ന് നമ്മൾ കൂടുതലായി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പണിയുക, അങ്ങനെ ഒരു പെർഫെക്ഷനിലേക്ക് നമ്മൾ പണിയപ്പെടുക, ഒരു 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 കംപ്ലീഷനിലേക്ക് നമ്മൾ കടന്നു വരിക, ആത്മീയമായി കടന്നു വരുവാനുള്ള ആഹ്വാനമാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. അതിനുശേഷം 4 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ ഒരു മുന്നറിയിപ്പാണ് അവിടെ പറയുന്നത്. വിശ്വാസത്യാഗത്തെ കുറിച്ചുള്ള ഗുരുതരമായ ഒരു മുന്നറിയിപ്പാണ് 6-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു. ചുട്ടുകളകയാത്രേ അതിൻ്റെ അവസാനം. ഒരു വലിയൊരു മുന്നറിയിപ്പ്, ഗുരുതരമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് ഇവിടെ നമുക്കിവിടെ നൽകുന്നത്. ആ മുന്നറിയിപ്പ് എന്നുള്ളത് ഇതാണ്: നമ്മൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്, അല്ലെ, അവിടെ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? പ്രകാശനം ലഭിക്കുക, സ്വർഗീയ ദാനം ആസ്വദിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, വചനവും വരുവാനുള്ള ലോകത്തിന്റെ ആ ശക്തിയും ആസ്വദിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തവർ പിന്മാറിപ്പോയാൽ, അവർ സ്വയമേ മനഃപൂർവം ദൈവത്തിൽ നിന്നും അവർ പിന്മാറിയാൽ അത് ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ളവർക്ക് അത് മടങ്ങി വരവ് എന്നുള്ളത് ഏറ്റവും പ്രയാസമാണ്. നമ്മൾ ചിലപ്പോൾ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ആ ഒരു പോയിന്റിന്റെ അപ്പുറത്തേക്ക് പിന്നെ മടങ്ങി വരുവാൻ പ്രയാസം. ഇത്രയും കാര്യങ്ങൾ ആസ്വദിച്ചവർ, അനുഭവിച്ചവർ, പ്രകാശനം ലഭിച്ചവർ, അവർ ബോധപൂർവം ദൈവത്തിൽ നിന്നും പിന്മാറിയാൽ, ദൈവത്തെ വേണ്ടെന്ന് വെച്ചാൽ, മനഃപൂർവമായി അവർ ദൈവത്തെ വേണ്ടെന്ന് വെച്ചാൽ അത് പിന്നെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അത് വരും എന്ന് നമുക്കറിയാം. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? അല്ലെ? അപ്പോ അവിടെ ശോധന ചെയ്ത് അറിയുക, നമ്മൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് ശോധന ചെയ്ത് അറിയേണ്ടതിന്റെ ഒരു മഹത്വമാണ് അവിടെ പറയുന്നത്. നാം സ്വയം ചിന്തിക്കുക, നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? ഒരിക്കൽ ആസ്വാദനം എല്ലാം നടത്തിയിട്ട് പ്രകാശനം ലഭിച്ചിട്ട് പിന്നെ പിന്മാറിപ്പോയിരുന്നത്, അത് ആ വിശ്വാസത്തെ നമ്മൾ ത്യജിച്ച് കളയുന്നത്
ബോധപൂർവം ത്യജിച്ചു കളഞ്ഞു. ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളാൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളാൽ സംശയങ്ങളും പിന്മാറ്റവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ ഇവിടെ പറയുന്ന പിന്മാറ്റം അങ്ങനെയല്ല. നമ്മൾ ഇതെല്ലാം ആസ്വദിച്ചിട്ടും നമ്മൾ ബോധപൂർവം ആ വിശ്വാസത്തെ നമ്മൾ ത്യജിച്ചു കളഞ്ഞാൽ, അതിനെ വേണ്ടെന്ന് വെച്ച് കളയുന്നത് നമുക്കൊരിക്കലും ശുഭകരമായിരിക്കില്ല എന്നാണ് അവിടെ പറയുന്നത്. ആകയാൽ എന്നാൽ പ്രിയമുള്ളവരെ, 9-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ്: എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകും. ഉത്സാഹത്തോടെ നാം നമ്മളുടെ വിശ്വാസത്തിൽ തുടരുവാനുള്ള ഒരു പ്രോത്സാഹനമാണ് ഈ ഭാഗത്ത് നിന്നും നമുക്ക് ലഭിക്കുന്നത്. കീപ് ഗോയിങ്, മുന്നോട്ട് പോവുക, വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക, തളർന്നു പോകാതെ നാം മുന്നോട്ട് പോവുക, നാം പിന്മാറാതെ ദൈവത്തെ ത്യജിച്ചു കളയാതെ നമ്മളുടെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രോത്സാഹനമാണ് അവിടെ. അതിൻ്റെ അവസാനത്തെ ഭാഗം 6-ാം അധ്യായത്തിന്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നാം പ്രത്യാശ വയ്ക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്ന കാര്യം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നാം പ്രത്യാശ വയ്ക്കുക, അതിൽ നാം മുറുകെ പിടിക്കുക, അതിൽ മുന്നോട്ട് പോവുക. അതിന്റെ പ്രത്യാശ 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ നമ്മളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമ്മളുടെ ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ ആ പ്രത്യാശ, വരുവാനുള്ളതിലേക്ക് പ്രത്യാശയോടെ നമുക്ക് പ്രവേശിപ്പാൻ, പ്രത്യാശയോടെ ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ ഉത്സാഹം കാണിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നാം ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പലപ്പോഴും ജീവിതത്തിൽ ചില മേഖലകളിൽ നാം അകപ്പെട്ടു പോകാറുണ്ട്, ചില പ്രതിസന്ധികളിൽ നാം അകപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ കുടുങ്ങിക്കിടക്കാതെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന നമ്മെ രക്ഷിപ്പാൻ മതിയായവനായ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. നാം കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയുടെ സാഹചര്യത്തിലും ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിപ്പാനും സഹായിക്കാനും ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന് സാധിക്കും. അവന്റെ മുൻപിൽ നിന്ന് മായ്ക്കപ്പെടാത്ത ഒന്നുമില്ല. ഏത് കുടുംബാദിയെയും രക്ഷിക്കുവാൻ ഈ മഹാപുരോഹിതന് കഴിയും. ഏത് പാപപങ്കിലമായ ജീവിതത്തെയും മാറ്റുവാൻ ഈ മഹാപുരോഹിതന് സാധിക്കും. എത്ര കടും ചുവപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അവന്റെ സന്നിധിയിൽ ധൈര്യപൂർവ്വം നമുക്ക് പ്രവേശിക്കാനുള്ള ഒരു സ്വീകാര്യത ഇന്ന് നമുക്കുണ്ട്. അവനെ വിശ്വസിക്കുന്ന മക്കൾക്ക്, വീണ്ടും ജന്മം പ്രാപിച്ച മക്കൾക്ക് ആ വിശ്വാസത്തോടെ, ആ സ്വീകാര്യതയോടെ അവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ആ ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആ നിയോഗം മനസ്സിലാക്കി, അവൻ നമ്മെ വിളിച്ചിരിക്കുന്ന ആ പൗരോഹിത്യത്തിന്റെ നിയോഗം മനസ്സിലാക്കി നമ്മളുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട ഒരു വലിയ വാതിൽ, പുറംപറമ്പിൽ കിടന്ന ഞങ്ങളെ, കാട്ടൊലിവായിരുന്ന ഞങ്ങളെ, നീ ഞങ്ങളെ വിളിച്ച് നിന്റെ പുത്രത്വത്തിന്റെ അവകാശികളാക്കി നീ ഞങ്ങളെ ഓരോരുത്തരെയും ആക്കി വെച്ചു. ഒരു പൗരോഹിത്യത്തിലേക്കാണ് നീ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിട്ടുള്ളത്. കർത്താവേ, ആ നിയോഗം മനസ്സിലാക്കി ആദ്യ പാഠങ്ങളിൽ തന്നെ നിൽക്കാതെ ആത്മീയമായി പക്വതയിലേക്ക് ഞങ്ങൾക്ക് വളരുവാൻ ഈ വചനമെന്ന മായമില്ലാത്ത ഈ പാൽ കുടിച്ച് ഞങ്ങൾക്ക് നന്നായി വളരുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി നീ ഞങ്ങൾക്ക് ഒരുക്കുന്ന ഓരോ സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കുമായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. നിനക്ക് ഹിതകരമാം വണ്ണം ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ